മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 18-12-1987 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. വിശാഖമാണ് നക്ഷത്രം. വിശാഖം 2-ാം പാദം. ധനു ലഗ്നം. ലഗ്നത്തിൽ സൂര്യൻ, ശനി. 2-ൽ ശുക്രൻ ഗുളികൻ. 3 ശൂന്യം. 4-ൽ വ്യാഴം രാഹു. 5, 6, 7, 8, 9 ഭാവങ്ങൾ ശൂന്യം. 10-ൽ കേതു. 11-ൽ ചന്ദ്രൻ കുജൻ. 12-ൽ ബുധൻ. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് പ്രബല ഗ്രഹങ്ങളെല്ലാം തന്നെ രാഹു കേതുക്കൾക്ക് ഉള്ളിലായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ രാഹുവും കേതുവും നിൽക്കുന്നതിന് പുറത്തായി പ്രബല ഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നുപോലും നിൽക്കുന്നില്ല എന്ന് സാരം. പ്യൂർലി എ ടൈപ്പ് ഓഫ് കാളസർപ്പയോഗത്തിലുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. കാളസർപ്പയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുണ്ട്. അനന്ത കാളസർപ്പയോഗം, കാർക്കോടക കാളസർപ്പയോഗം എന്നൊക്കെ പറഞ്ഞ് കുറേയുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ചുരുക്കരൂപം എന്ന് പറയുന്നത് പല രീതിയിലുള്ള തടസ്സങ്ങളെ, പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള എഫക്ട്സിനെ ലൈഫിലേക്ക് കടത്തിവിടുന്നു എന്നത് തന്നെയാണ്. എന്ന് വെച്ചാൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു വ്യക്തിക്ക് ഉയർച്ച കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹം, ജോലി, ഭാഗ്യാനുഭവങ്ങൾ പോലെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ടോക്സിക് ആയിട്ടുള്ള അവസ്ഥകളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കടത്തിവിടുന്നു. അതാണ് പ്രത്യേകിച്ച് കാളസർപ്പയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ ധനു ലഗ്നമാണ്. ലഗ്നാധിപൻ വ്യാഴം ഹംസയോഗം കൊടുത്ത് 4-ൽ നിൽക്കുന്നു. പക്ഷേ അത് രാഹുവിനോടൊത്താണ്. വ്യാഴം രാഹു കോമ്പിനേഷൻ, അതിനെ ഗുരു ചണ്ടാള യോഗം എന്ന് പറയും. അതുപോലെ തന്നെ ലഗ്നത്തിൽ സൂര്യൻ ശനി നിൽക്കുന്നു. പരസ്പരം ബദ്ധശത്രുക്കളായിട്ടുള്ള 2 ഗ്രഹങ്ങൾ, ശക്തരായിട്ടുള്ള 2 ഗ്രഹങ്ങൾ, സൂര്യൻ ശനി. അവിടേക്ക് ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടി. ഈ വ്യക്തി പലപ്പോഴും സഞ്ചരിക്കുന്ന രീതികളെന്ന് പറയുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് അറിഞ്ഞായാലും അറിയാതെയായാലും മറ്റുള്ള ആളുകളിൽ അത് ഏതെങ്കിലും രീതിയിലുള്ള ഇറിറ്റേഷൻ വരുത്തി വയ്ക്കുക. അതല്ല എങ്കിൽ ശത്രുതയ്ക്ക് കാരണമാകുക. അല്ലെങ്കിൽ ഒരു കാര്യമില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരവസ്ഥ സഹജമായിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇടവിട്ടോ അല്ലാതെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ വളരെ ന്യായമായ സാഹചര്യത്തിൽ ന്യായമായി പറയുന്ന ഒരു കാര്യത്തിൽ പോലും തർക്കങ്ങൾക്ക് ഇടവരുത്തുന്ന രീതിയിലുള്ള സ്വഭാവത്തിലേക്കത് നീളാം. വളരെ ചില ആളുകളെ കണ്ടിട്ടില്ല, വളരെ സോഫ്റ്റായിട്ട് സംസാരിച്ച് തുടങ്ങുകയും എന്നാൽ അത് പിന്നീട് വളരെ ഹാർഡായിട്ട് മാറുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഗ്രഹനിലയാണത്. ഇദ്ദേഹം വളരെ ന്യായമായ ഒരു കാര്യം പറഞ്ഞാൽ കൂടെ ചിലപ്പോൾ അത് പലപ്പോഴും ഒപ്പം നിൽക്കുന്ന ആളുകൾക്കത് സമ്മതിക്കാൻ ബുദ്ധിമുട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉള്ള സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരാം. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ശത്രുതയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശനി സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ടും ലഗ്നാധിപൻ രാഹുവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ടും സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ചിന്തകളെ കൃത്യമായിട്ട് ഏകീകരിച്ച് ജാഗ്രതയോടുകൂടി തന്നെ നിർബന്ധമായും എല്ലാ കാലത്തും ലൈഫ് ലോങ് പോയേ പറ്റുള്ളൂ. അത് ദശ ഏതായാലും അപഹാരം ഏതായാലും ഉപരിയായി ആ വ്യക്തി എപ്പോഴും തൻ്റെ ചിന്തകളെ നിയന്ത്രിച്ച് തന്നെ പോയേ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് കൃത്യമായി ബോധ്യത്തോടു കൂടി വേണം ഏത് സാഹചര്യത്തിലും എപ്പോഴും, പ്രത്യേകിച്ചും ഉന്നത അധികാരികളുമായിട്ടായാലും സുഹൃത്തുക്കളോടായാലും ആരോടായാൽ തന്നെയും ഇത്തരം വ്യക്തികൾക്ക് പൊതുവെ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നും പുറത്തു വരുന്നത് മറ്റൊരു രീതിയിലുമായിട്ട് മറ്റുള്ള ആളുകൾ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാഹു ശനി ലഗ്നത്തിൽ നിൽക്കുന്നത് ഗുളികൻ്റെ ദൃഷ്ടിയിലുമാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ലഗ്നാൽ 10-ൽ കേതു രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും ദൃഷ്ടിയിൽ. വിദേശവാസ യോഗത്തിന് ഫലമുണ്ട്. വിദേശവാസ യോഗത്തിന് ഗുണമുണ്ടാവുകയും ചെയ്യും. പക്ഷേ അവിടെയും സൂര്യനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിയുടെ 10-ാം ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ തൊഴിൽ സ്ഥലത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഇറിറ്റേഷൻസോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനോട് വേണ്ടുന്ന മുൻകരുതലുകൾ കൂടെ എടുത്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. കൃത്യമായിട്ട് പരിഹാരം ചെയ്തു പോകേണ്ടുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു ഗ്രഹനില തന്നെയാണത്. ലഗ്നത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, ഗുളികനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ലഗ്നാധിപൻ രാഹുവിൻ്റെ സാന്നിധ്യത്തിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം പരിഹരിച്ച് ഒരു പരിധിയിൽ കൂടുതൽ എന്ന് വെച്ചാൽ ഒരു കൃത്യമായി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു 70-75% വരെ പോസിറ്റീവാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതൊന്നും ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ
നമ്മൾക്കൊരു സ്വസ്ഥത എന്ന് പറയുന്നത് പലപ്പോഴും വലിയ ക്ഷാമം നേരിടാം സ്വസ്ഥതയ്ക്ക്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാര്യം ലഗ്നം വളരെ ശക്തമായിട്ട് സൂര്യനും ശനിയും കയ്യേറി തന്നെ വെച്ചേക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ശനി ഗുളികൻ കോമ്പിനേഷൻ അവിടെ വന്നു. ലഗ്നാധിപനാണെങ്കിൽ രാഹുവിനോടൊത്തുമാണ് ഇതാനും. അപ്പോൾ കൃത്യമായിട്ട് അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, ജാഗ്രതകൾ, കൃത്യമായ പരിഹാരങ്ങൾ തന്നെ എടുത്ത് പോയേ പറ്റൂ എന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ 12-ൽ നഷ്ടസ്ഥാനത്ത്, എപ്പോഴും ഞാൻ പറയാറുണ്ട് 12-ൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ പ്രത്യേകിച്ചും വളരെയധികം കരുതണം, ശ്രദ്ധിക്കണം. ഇവിടെ വിവാഹസ്ഥാനത്തിൻ്റെ അധിപൻ തന്നെയാണ് 12-ൽ നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് നിലവിൽ വിവാഹം നടന്നിട്ടില്ല. 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 12-ൽ നഷ്ടസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉദ്ദേശിക്കുന്ന സമയത്ത് വിവാഹം നടന്നോളണം എന്നുമില്ല. ഉപരി വിവാഹകാരക ഗ്രഹമായിട്ടുള്ള ശുക്രൻ വർഗോത്തമം ചെയ്തു നിൽക്കുന്നു. പക്ഷേ അത് ഗുളികനോടൊത്താണ് നിൽക്കുന്നത്. 2 കാരണങ്ങൾ. മൂന്നാമത്തെ കാരണം, ലഗ്നത്തിൽ നിൽക്കുന്ന ശനിയും സൂര്യനും ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം തൻ്റെ 7ാം ദൃഷ്ടി, 2 പേരുടെയും 7ാം ദൃഷ്ടി വിവാഹസ്ഥാനത്തേക്ക് നടത്തുന്നു. 7ലേക്ക്. 7ാം ഭാവാധിപൻ 12-ൽ, വിവാഹകാരകൻ ഗുളികനോടൊത്ത്. ഇത് 3 കൂടി ആവുമ്പോൾ വിവാഹം 100% വൈകിയിരിക്കും. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രീതിയിൽ വിവാഹം നടന്നു കൊള്ളണം എന്നില്ല. ഒന്നുകിൽ ഇത്തരക്കാർക്ക് വരുന്ന പ്രപ്പോസലുകൾ ഇഷ്ടപ്പെടില്ല, അതല്ല എങ്കിൽ തിരിച്ച്. അത് ആശയപരമായിട്ടുള്ള ഭിന്നതകളാവാം, ഭൗതിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭിന്നതകളാവാം. എന്തുവാണെങ്കിൽ പോലും വിവാഹം വൈകുക എന്ന് പറയുന്ന പ്രക്രിയ അവിടെ നടത്തിയിരിക്കും. അതാണ് ലഗ്നത്തിലെ സൂര്യൻ ശനി കോമ്പിനേഷൻ. 7ലേക്ക് ദൃഷ്ടി ചെയ്താൽ 7ാം ഭാവാധിപൻ 12-ൽ പോയാൽ ശുക്രൻ ഗുളികൻ പോലെയുള്ള ശക്തരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാലുമുള്ള ഫലം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണത്. ലഗ്നത്തിലെ സൂര്യൻ ശനി പ്രത്യേകിച്ച് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം ശനി നടത്തുന്ന ദൃഷ്ടി 7ലേക്ക് എന്ന് പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും സൂര്യനോടൊത്ത് നിൽക്കുന്നു. സൂര്യൻ ശനി ശത്രുദൃഷ്ടിയാണ് 7ലേക്ക് ചെല്ലുന്നത്. ഇദ്ദേഹം നേരത്തെ തന്നെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ വിവാഹ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അത് കുറച്ച് വൈകി എന്നതുകൊണ്ട് അതിൽ ചില ആനുകൂല്യങ്ങൾ ലഭിക്കും. എന്നാൽ ഇത്തരക്കാർ കൃത്യമായിട്ട് ജാതക പരിശോധന കൃത്യമായി നടത്തിയ ശേഷം ജാതകം പോലെയുള്ള കാര്യങ്ങൾ 100% ഓക്കെ ആയിട്ട് വന്നാൽ തന്നെയും പാർട്ട്ണർ എന്ന് പറയുന്ന അവസ്ഥ കൃത്യമായി സംസാരിച്ച് ഒരു ധാരണയിൽ പോകാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത വന്നാൽ മാത്രമേ വിവാഹം പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ. അതല്ല എങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന അവസ്ഥയാണ്. 7ാം ഭാവാധിപൻ 12-ൽ നഷ്ടസ്ഥാനത്താണ്. സൂര്യനും ശനിയും ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ലഗ്നാധിപൻ രാഹുവിനോടൊത്ത് നിൽക്കുന്നു. വിവാഹകാരക ഗ്രഹം ഗുളികനോടൊത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതും ശനിയുടെ ക്ഷേത്രത്തിലുമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഇതിലുണ്ട്. ആദ്യം പറഞ്ഞ വ്യക്തി സംബന്ധമായിട്ടുള്ള ശനി സൂര്യൻ കോമ്പിനേഷൻ കൊണ്ടുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഇത്തരം വ്യക്തികൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചും അതിനെ നേരത്തെ കൂട്ടി പരിഹാരം കണ്ടും മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നും മനസ്സിലാക്കുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ വിശാഖമാണ് നക്ഷത്രം, ഗുരു വ്യാഴദശയിൽ ജനിച്ച് 96 വരെ വ്യാഴം, അതിനുശേഷം ശനി 2015 വരെ, ശേഷം ബുധൻ 2032 വരെ, ശേഷം കേതു 2039 വരെ, ശേഷം ശുക്രൻ 2059 വരെ, 20 കൊല്ലക്കാലം, ശേഷം സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ ബുധനിൽ രാഹുവാണ്. 21/8/2024 തൊട്ട് 11/3/2027 വരെ ബുധദശയിൽ രാഹുവിൻ്റെ അപഹാരം. എങ്ങനെയുള്ള ബുധൻ? 7ാം ഭാവാധിപത്യം വഹിച്ച് 12-ൽ നിൽക്കുന്ന ബുധൻ, ലഗ്നാധിപനോടൊത്ത് 4-ൽ നിൽക്കുന്ന രാഹു. ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ് എന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ തൊട്ട് നെക്സ്റ്റ് ആയിട്ട് വരുന്ന ബുധനിൽ വ്യാഴത്തിൻ്റെ അപഹാരമുണ്ട്. ലഗ്നാധിപനായിട്ടുള്ള ഹംസയോഗം കൊടുക്കുന്ന രാഹു ഒപ്പമുണ്ട്. എന്നിരുന്നാൽ തന്നെയും കൃത്യമായിട്ട് ശ്രമിച്ച് കൃത്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കിപ്പോയി കഴിഞ്ഞാൽ വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പക്ഷേ അത് കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വിവാഹം എന്ന് പറയുന്ന ഭാഗ്യാനുഭവം ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് മുൻകരുതലുകൾ എടുത്ത്
കൃത്യമായ പരിഹാരങ്ങൾ നേരത്തെ കൂട്ടി തന്നെ എടുത്ത് പോകേണ്ടുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.